ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഭർത്താവിന്റെ മർദ്ദനമേറ്റ് ഭാര്യ മരിച്ചു. മേലൂർ പുത്തൻ വീട്ടിൽ പ്രതീഷ് ഭാര്യ ലിജ ആണ് മരിച്ചത്. സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്താൻ 3 നാളുകൾ. പരസ്യപ്രചരണം നാളെ കൊട്ടിക്കലാശത്തോടെ സമാപിക്കും. ചെമ്മണ്ണൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ചെമ്മണ്ണൂർ സ്വദേശികളായ സജിത, മാധവി, സജിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഭർത്താവിന്റെ മർദ്ദനമേറ്റ് ഭാര്യ മരിച്ചു. മേലൂർ പുത്തൻ വീട്ടിൽ പ്രതീഷ് ഭാര്യ ലിജ ആണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 8:30ഓടെയായിരുന്നു സംഭവം. സ്ഥിരം മദ്യപിച്ചെത്തുന്ന പ്രതീഷ് ലിജയെ മർദ്ദിക്കുന്നത് പതിവായിരുന്നുവെന്ന് പറയുന്നു. പ്രതീഷിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മർദ്ദനത്തിനിടെ കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന് ഭർത്താവ് കൂടിയായ പ്രതി പോലീസിൽ സമ്മതിച്ചു. പുലാനി കുറുപ്പം കാട്ടുവിള പുത്തൻ വീട്ടിൽ പ്രതീഷാണ് ഭാര്യയായ മേലൂർ കുന്നപ്പിള്ളി മാരേക്കാടൻ ലിജയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. പുലാനിയിലെ വാടക വീട്ടിലാണ് പ്രതീഷും ലിജയും താമസിച്ചിരുന്നത്. 8 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. മദ്യത്തിനടിമയായ പ്രതീഷ് ലിജയെ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടെന്ന് സമീപവാസികൾ പറഞ്ഞു. തിങ്കളാഴ്ചയും ഇവർ തമ്മിൽ വഴക്കുണ്ടായി. ഇതിനിടെയാണ് പ്രതീഷ് ലിജയെ ഷോൾ കൊണ്ട് കഴുത്തിൽ മുറുക്കിയത്. വിവരമറിഞ്ഞ് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. കുന്നപ്പിള്ളി മാരേക്കാടൻ കുമാരന്റെ മകളാണ് മരിച്ച ലിജ. തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുന്നപ്പിള്ളിയിലെ ശ്മശാനത്തിൽ സംസ്കരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്താൻ 3 നാളുകൾ. പ്രചാരണ പരിപാടികൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പരസ്യപ്രചരണം നാളെ കൊട്ടിക്കലാശത്തോടെ സമാപിക്കും. അവസാനവട്ട പ്രചരണം ചൂടുപിടിപ്പിക്കാൻ ദേശീയ നേതാക്കൾ കൂട്ടത്തോടെ കേരളത്തിലുണ്ട്. ദേശീയ തലത്തിൽ പോലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നത്. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്നു എന്നതാണ് സംസ്ഥാനത്തെ മത്സരത്തിൻ്റെ പ്രത്യേകത. 3 മുന്നണികളും അവരുടെ ദേശീയ നേതാക്കളെ സംസ്ഥാനത്ത് പ്രചരണ പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ തുടങ്ങിയതോടെ വലിയ ആവേശമാണ് അണികളിൽ കാണുവാൻ കഴിയുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങൾക്കും കുറവില്ല. മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് രാഷ്ട്രീയ ധാരണ എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം ചൂടുപിടിച്ച് വരികയാണ്. മോദിയെ താഴെയിറക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നതിൻ്റെ പിന്നിലെ വസ്തുത വ്യക്തമാക്കണമെന്ന് സീതാറാം യെച്ചൂരി കേരളത്തിൽ വന്ന് ആവശ്യപ്പെട്ടു. BJP ദേശീയ നേതാക്കളും സംസ്ഥാന ഭരണത്തെ കണക്കിന് വിമർശിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നേതാക്കൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തുന്നതിനോടൊപ്പം പരമാവധി അണികളെ ഉൾപ്പെടുത്തി ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റോഡ് ഷോകൾക്കാണ് പരിഗണന കൂടുതൽ നൽകുന്നത്. മുതിർന്ന നേതാക്കളിൽ നല്ലൊരു ശതമാനം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ദേശീയ നേതാക്കളായ സീതാറാം യെച്ചൂരി, ചിദംബരം, അണ്ണാമലൈ തുടങ്ങിയവർ തലസ്ഥാനത്ത് പ്രചരണ പരിപാടികൾ നടത്തി. തീരമേഖലയെ ഇളക്കിമറിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് റോഡ് ഷോയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. വീട്ടിലെ വോട്ടും തുടർന്നുള്ള വിവാദങ്ങളും കേസുമെല്ലാം തന്നെ പ്രചരണവേദികളിൽ ചർച്ചയാകുന്നുണ്ട്. ഇനിയുള്ള അടുത്ത ദിവസം ശക്തമായ പ്രചരണ പരിപാടികൾക്കായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക. കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ നിന്ന് ലഭ്യമായ സീറ്റുകൾ അതേപടി നിലനിർത്തുക എന്നതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെങ്കിൽ കുറഞ്ഞത് 10 സീറ്റെങ്കിലും നേടണമെന്നാണ് ഇടതുമുന്നണിയുടെ പക്ഷം. BJP ആകട്ടെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലും. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. തൃശൂരിൽ അനധികൃതമായി വോട്ട് ചേർത്തെന്ന പരാതിയുമായി LDF. തൃശൂർ പൂങ്കുന്നത്ത് അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റിലെ താമസക്കാരൻ എന്ന് കാണിച്ച് നിരവധി പേര് വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നാണ് പരാതി. 73 പേരുടെ വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തുവെന്ന് LDF ആരോപിക്കുന്നു. തൃശൂർ പൂങ്കുന്നത്ത് അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റിലെ താമസക്കാരൻ എന്ന് കാണിച്ച് നിരവധി പേർ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുവെന്നാണ് പരാതി. 73 പേരുടെ വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തുവെന്ന് LDF ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ലിപ്പ് കൊടുക്കാനെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്.
തുടർന്ന് വോട്ടർ പട്ടികയിലുള്ള ആളുകളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ഇതോടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത BLOയോടും തഹസിൽദാരോടും സ്ഥലത്തെത്തണമെന്ന് LDF ആവശ്യപ്പെട്ടു. ഇൻലാൻഡ് എന്ന ഫ്ലാറ്റിൽ നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് പ്രവർത്തകർ കയറി ഇറങ്ങിയപ്പോൾ 73 വോട്ടർമാരെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ സന്ദർഭത്തിൽ ഇതെന്താണ് പ്രശ്നം എന്ന് അന്വേഷിച്ചു. അപ്പോൾ നമ്മൾ BLOയെ വിളിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ചേർത്തിയത്? അപ്പോൾ അവർ പറഞ്ഞു ശരിയായ നിലയിലാണ് ഞങ്ങൾ ചേർത്തിയതെന്ന് പറഞ്ഞു. ആരാണെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരിപ്പോൾ സ്ലിപ്പ് കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ സ്ലിപ്പ് കൊടുക്കാൻ ആളെ കാണാനില്ല. 73 പേരുടെ സ്ലിപ്പ് ഒരുമിച്ച് ഇവിടെ ഏൽപ്പിച്ചു പോയി എന്നാണ് ഇപ്പോൾ അവർ പറയണത്. ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാണ്ട് 73 തൊട്ട് ഒറ്റയടിക്ക് ചേർക്കും. ഇപ്പൊ അവർക്ക് BLOമാർക്ക് എവിടെയോ ആളെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണില്ല. മീഡിയ ടൈം തൃശൂർ. കുന്നംകുളം ചെമ്മാളൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ചെമ്മണ്ണൂർ സ്വദേശികളായ സജിത, മാധവി, സജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് സംഘർഷം ഉണ്ടായത്. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് സംഘർഷമുണ്ടായത്. 2 കമ്മിറ്റിക്കാർ തമ്മിൽ അമ്പലത്തിലേക്ക് കയറുന്ന സമയക്രമത്തെ ചൊല്ലി വാക്കുതർക്കം നിലനിന്നിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിൽ അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വഴി 2 കമ്മിറ്റിക്കാരും വീണ്ടും സംഘർഷമുണ്ടാവുകയായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം തൃശൂർ. മാന്നാമംഗലം വെള്ളക്കാരിത്തടത്ത് കിണറ്റിൽ വീണ കാട്ടാന ചരിഞ്ഞു. ഇന്നലെ രാത്രി 1 മണിയോടെ വെള്ളക്കാരിത്തടം ആനക്കുഴി സ്വദേശി കുരിക്കാശ്ശേരി സുരേന്ദ്രന്റെ വീട്ടിലെ കിണറ്റിലാണ് കാട്ടാന അബദ്ധത്തിൽ വീണത്. രക്ഷാദൗത്യമൊരുക്കിയെങ്കിലും ആന ചെരിഞ്ഞു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം നേതൃത്വത്തിൽ രക്ഷാദൗത്യം നടത്തുകയായിരുന്നു. എന്നാൽ ഇതിനിടെ ആനയ്ക്ക് അനക്കമില്ലെന്ന് കാണുകയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം സംശയം തോന്നുകയും ചെയ്തതോടെ പരിശോധിച്ചപ്പോഴാണ് ആന ചെരിഞ്ഞതായി മനസ്സിലാക്കിയത്. ഇതോടെ മണിക്കൂറുകളോളം നീണ്ട രക്ഷാദൗത്യമാണ് ഫലമില്ലാതായത്. കഴിയുന്നതുപോലെയെല്ലാം ആനയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇനി ആനയുടെ ജഡം പുറത്തെടുക്കാനാണ് നീക്കം. JCB ഉപയോഗിച്ച് കുഴിയെടുത്താണ് ആനയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നത്. പുലർച്ചെ 1ഓടെയാണ് ആന കിണറ്റിൽ വീണതെന്ന് വീട്ടുടമ പറയുന്നു. പ്രദേശത്ത് ആനശല്യം രൂക്ഷമാണെന്നും സുരേന്ദ്രൻ പറയുന്നു. വീട്ടുകാർ ഉപയോഗിക്കുന്ന കിണർ തന്നെയാണിത്. അല്പം ആഴമുള്ള കിണറാണ്. മീഡിയ ടൈം തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. ചെങ്ങമനാട് പുറയാർ ഗാന്ധിപുരത്ത് മരവും വൈദ്യുതി പോസ്റ്റും കടപുഴകി സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന 10 വയസ്സുകാരന്റെ ദേഹത്ത് വീണ് ദാരുണാന്ത്യം. അമ്പാട്ടു വീട്ടിൽ നൌഷാദിന്റെ മകൻ മുഹമ്മദ് ഇർഫാനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6:15 അപകടമുണ്ടായത്. തൊട്ടടുത്ത ഗ്രൗണ്ടിൽ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോകുമ്പോഴായിരുന്നു അപകടം. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എടനാട് വിജ്ഞാനപീഠം പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിയാണ്. ആദിവാസി യുവതിക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. കാരിക്കടവ് കോളനിയിലെ മലയൻ വീട്ടിൽ രതീഷിന്റെ ഭാര്യ ബീനയ്ക്കാണ് പരിക്കേറ്റത്. കോടാലി ഗവൺമെന്റ് ആശുപത്രിയിൽ ജോലിക്ക് ഭർത്താവിന്റെ കൂടെ ബൈക്കിൽ വരുന്ന വഴി ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ റോഡിൽ വെച്ച് കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇവരെ വെള്ളിക്കുളങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ ഒരാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടവിലങ്ങ് കാരയിൽ ഇന്ന് ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. നായയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ കാര സ്വദേശി 20 വയസ്സുള്ള അനശ്വരയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 70 വയസ്സുള്ള ലീല, 17 വയസ്സുകാരൻ ആദിദേവ്, 76 വയസ്സുള്ള ഷൺമുഖൻ എന്നിവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. 2 പേർക്ക് കൂടി നായയുടെ കടിയേറ്റതായി സൂചനയുണ്ട്. പെരിഞ്ഞനത്ത് കാറിടിച്ച് ലോട്ടറി വിൽപ്പനക്കാരന് ഗുരുതര പരിക്ക്. കയ്പമംഗലം കാളമുറി സ്വദേശി അറയ്ക്ക് വീട്ടിൽ അബ്ദുൾ ഗഫൂറിനാണ് പരിക്ക്. ഇന്നുച്ചയ്ക്ക് 1:30 പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് അപകടം.
റോഡരികിലെ മരച്ചുവട്ടിൽ നിന്ന് ലോട്ടറി വിൽപ്പന നടത്തുകയായിരുന്നു ഗഫൂർ. തൃപ്രയാർ ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഗഫൂറിന്റെ ദേഹത്തിടിക്കുകയായിരുന്നു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹന്നാന്റെ മാള പൊയ്യ മണ്ഡലങ്ങളിലെ പര്യടനം അവസാനിച്ചു. മാള പള്ളിപ്പുറത്ത് നടന്ന സമാപന യോഗത്തിൽ സ്ഥാനാർത്ഥി ബെന്നി ബെഹന്നാൻ, സന്തോഷ് ആത്തപ്പിള്ളി, ബൈജു കണ്ടപ്പശ്ശേരി, മറ്റു പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. എലന്തിക്കരയിൽ LDF തെരഞ്ഞെടുപ്പ് റാലി നടത്തി. റാലിയും സമ്മേളനവും നടത്തി. CPI എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് ഷെറൂബി സെലസ്റ്റീന അധ്യക്ഷയായി. L ആദർശ്, PO സുരേന്ദ്രൻ, MM കരുണാകരൻ, സേവി, MR ശോഭനൻ തുടങ്ങിയവർ സംസാരിച്ചു. മതേതരത്വം നിലനിർത്തേണ്ടതിന്റെ ആവശ്യം ഓരോ ദിവസവും ജനങ്ങളിൽ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ചാലക്കുടി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ പ്രവർത്തകരോടൊപ്പം എത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 150 ദിവസത്തിലേറെയായി കൊടുങ്ങല്ലൂർ നഗരത്തിൽ ദേശീയപാതയിൽ മേൽപ്പാലത്തിന് വേണ്ടി സമരം ചെയ്യുന്ന കർമ്മസമിതി ഭാരവാഹികൾ രവീന്ദ്രൻ മാസ്റ്ററുമായി മേൽപ്പാലത്തിന്റെ വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്തു. VR സുനിൽകുമാർ MLA, CPM ഏരിയ സെക്രട്ടറി KR ജൈത്രൻ, ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി A വിജയൻ എന്നിവർ ചേർന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. യുവതയുടെ മോഹങ്ങൾക്ക് മങ്ങലേൽപ്പിച്ച ഭരണമായി മാറി മോദിയുടെ ഗ്യാരണ്ടിയെന്ന് മന്ത്രി P രാജീവ്. LDYF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യൂത്ത് വിത്ത് മാഷ് എന്ന ക്യാമ്പയിൻ ചന്ദ്രാപിന്നിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. AIYF മണ്ഡലം സെക്രട്ടറി ഷിഹാബ് കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു. PH നിയാസ്, CK ശ്രീരാജ്, TR നിഖിൽ, KM അനോക്, സുസ്മിത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് DJ ഉൾപ്പെടെയുള്ള റോഡ് ഷോ ചന്ദ്രാപിന്നിയിൽ നിന്ന് തുടങ്ങി അഴീക്കോട് സമാപിച്ചു. മാള BRCയുടെ ആഭിമുഖ്യത്തിൽ ആദരം 2023-24 സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് SSK നൽകുന്ന ഉപകരണ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കഴിവുകളെ കൂടുതൽ വൈവിധ്യങ്ങളായിട്ടുള്ള തരത്തിലേക്ക് കൊണ്ടുവരാനും അവരെ ആ രീതിയിലേക്ക് പരിശീലിപ്പിക്കാനും അവരുടെ ആ ഒരു ക്ഷമയും എല്ലാ തരത്തിലുള്ള ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മളെല്ലാവരും നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ്. ഈ അവസരത്തിൽ BRCയുടെ എല്ലാ അധ്യാപകരെയും അതുപോലെ മാതാപിതാക്കളെയും ഈ അവസരത്തിൽ എല്ലാവിധ നന്മകളും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ഈ അധ്യയന വർഷം അവസാനിച്ചു. ഇങ്ങനൊരു ഇലക്ഷൻ നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമ്മളുടെ എല്ലാവരുടെയും ഇങ്ങനെ ഒരു ആദരം പരിപാടി ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി പോയതുകൊണ്ടാണ് എനിക്ക് വരാനായിട്ട് കുറച്ച് വൈകിയത്. എന്തായാലും എല്ലാ തരത്തിലുമുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ ഒരു സമാഹരണമാണ് ഇന്നിവിടെ ഈ ആദരം 2023-24 നടക്കുന്നത്. ഒട്ടനവധി വർഷങ്ങൾ ഓരോരുത്തരും എത്ര വർഷങ്ങൾ ഇവിടെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത് ഞാൻ ചോദിച്ചില്ല. എന്തായാലും മറ്റുള്ള മക്കളെയെല്ലാം തന്നെ എൻ്റെ മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മുടെ അധ്യാപകർ. അവരിലുള്ള പോരായ്മകളെല്ലാം തന്നെ നീക്കി ആ പോരായ്മകളെല്ലാം കഴിവുള്ളതാക്കി മാറ്റുന്ന തരത്തിലേക്കാണ് നമ്മുടെ അധ്യാപകർ നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കലാ ഉത്സവ് ഉപകരണ സംഗീതം പെർക്കസീവ് ഇനത്തിൽ സംസ്ഥാനതല വിജയിയായി ദേശീയ തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അവന്തിക ഷിനോയ്, ഇന്നോവേറ്റീവ്സ് സ്കൂൾ പുരസ്കാര വിജയികളായ സെന്റ് ആന്റണീസ് HSS മാള, GLPS അഷ്ടമിച്ചിറ, വിരമിക്കുന്ന പ്രധാന അധ്യാപകർ, ഇൻക്ലൂസീവ് സ്പോർട്സ് ജേതാക്കൾ എന്നിവർക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. BRCയുടെ തനത് പ്രവർത്തനമായ അക്ഷയ നിധിമരുന്ന് വിതരണം സന്ധ്യ നൈസൻ നിർവഹിച്ചു. തൃശൂർ സിറ്റി പോലീസ് ഇൻസ്പെക്ടർ PV സിന്ധു മുഖ്യാതിഥിയായി. മാള BPC സെബിയെ പെല്ലിശ്ശേരി, ക്ലസ്റ്റർ കോർഡിനേറ്റർ MS സിജിത എന്നിവർ സംസാരിച്ചു. വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം നടപ്പിലാക്കുന്ന കുട്ടി ഡോക്ടർ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കു വേണ്ടി ഭൗമപുസ്തക ദിനാചരണം സംയുക്തമായി നടത്തി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ MM മനോജ് ക്ലാസ് നയിച്ചു. കൗമാരാരോഗ്യത്തെക്കുറിച്ച് ആരോഗ്യ പ്രവർത്തകരായ ഷെമീന TS, സോണി ആൻഡ്രു, മഹേഷ് M, കൃഷ്ണപ്രിയ KS എന്നിവർ സംസാരിച്ചു. ആശാപ്രവർത്തകരായ ചിത്തിര, മല്ലിക ബാബു, അംഗൻവാടി ടീച്ചർ KV അംബിക എന്നിവർ നേതൃത്വം നൽകി.
പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. കുടുംബവഴക്കിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഭർത്താവിന്റെ മർദ്ദനമേറ്റ് ഭാര്യ മരിച്ചു. മേലൂർ പുത്തൻ വീട്ടിൽ പ്രതീഷ് ഭാര്യ ലിജ ആണ് മരിച്ചത്. സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്താൻ 3 നാളുകൾ. പരസ്യപ്രചരണം നാളെ കൊട്ടിക്കലാശത്തോടെ സമാപിക്കും. ചെമ്മണ്ണൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ചെമ്മണ്ണൂർ സ്വദേശികളായ സജിത, മാധവി, സജിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.